നമസ്കാരം. നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1 സ്പൂൺ ഇഞ്ചിയും 1 സ്പൂൺ വെളുത്തുള്ളിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇനി വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 സ്പൂൺ ഇഞ്ചി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നീട് ഒരു 4 സവോള അരിഞ്ഞു വെച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 3 പച്ചമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിക്ക് തീ പിടിച്ച വിലയാണെങ്കിലും നമ്മൾ ഇതിനകത്ത് തക്കാളി ചേർക്കുന്നുണ്ട്. 1 തക്കാളി ചേർത്തിട്ടുണ്ട്. ഇപ്പം മസാലയെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടെ മിക്സ് ചെയ്തു. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന സമയത്ത് അതിൽ കുറച്ച് വെള്ളവും കൂടെ വരുമല്ലോ, ആ വെള്ളവും കൂടെ ഞാൻ ഇതിനകത്ത് ചേർത്ത് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഈ ചിക്കൻ കറിയുടെ മെയിൻ താരം എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രേവിയാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് അരമുറി തേങ്ങ തിരുമിയതാണ് വേണ്ടത്. ഇനി ഈ തേങ്ങയിലേക്ക് 1 സ്പൂൺ പെരിഞ്ചീരകവും 5 ഗ്രാമ്പും ചെറിയ കഷ്ണം കറുവാപ്പട്ടയും 2 ഏലക്കയും മസാലയിലൊക്കെ കാണുന്ന സ്റ്റാറില്ലേ അതിൻ്റെ ഒരു ചെറിയ പീസും കൂടെ ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. തേങ്ങയുടെ കളർ ഒന്ന് ലൈറ്റായിട്ട് മാറുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് 50 ഗ്രാം കാഷ്യൂനട്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. തേങ്ങ ഒരുപാട് അങ്ങ് മൂത്ത് പോകരുത്. ഈ ഒരു പരുവാകുന്നിടം വരെ ഒന്ന് മൂത്ത് വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടുന്ന പൊടികളും ചേർത്ത് കൊടുക്കാം. ഞാൻ 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ ചിക്കൻ മസാല പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിത് കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങ ഞാൻ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ച് ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഒരു ഓറഞ്ച് കളറിലാണ് ഈ ഒരു അരപ്പ് വരേണ്ടുന്നത്. ഇനി ഞാൻ 2 സ്പൂൺ ബട്ടറും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല ഒരു മണവും കൂടെ ഇപ്പം വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ കറിക്ക്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കടുകും കൂടെ താളിച്ചൊഴിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ടു. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു. അതിനുശേഷം ഈ കടുക് താളിച്ചത് ഞാൻ ഈ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ യമ്മി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. നല്ല പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ബൈ.